ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ യാത്ര ഇതാ എൻ്റെ വീട്ടിലോട്ടാട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട്. മറ്റാരും അല്ല, റിത്തൂട്ടിയാണ്. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവളെയും കൂടെ കൂട്ടിയിട്ടോ ഒക്കെ താമസിക്കാൻ പോകുന്നൊന്നല്ല, ജസ്റ്റ് അവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കണ്ടോ നല്ല അടിപൊളി വയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് നമ്മൾ പോയത്, അതുകൊണ്ട് വെയിലൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. എൻജോയ് ചെയ്ത് പോകാനും പറ്റി. പിന്നെ ഇതാ നമ്മൾ വണ്ടിയിലാണ്, ഇവമ്മോളുണ്ട്, ഏട്ടനുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഓരോ കഥകളൊക്കെ പറയാൻ പോകുന്നു പോക്കിൽ. ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിയത് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ, പുഴയിൽ ചാടുന്നതിനാണോ ഇങ്ങനെ കെട്ടിയതൊക്കെ ഞങ്ങളിങ്ങനെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയത്തു നിന്ന് നേരെ ശാന്തിയാറിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ അവിടെ എത്തി മക്കളെ. ഞങ്ങൾ നേരെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് വിട്ടു കേട്ടോ. എൻ്റെ വീട്ടിൽ അധികം സമയം നിന്നില്ല, അവിടെയായിരുന്നു ചെറിയൊരു പരിപാടി. ഇതാ ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഇവമ്മോളുണ്ട്, വീഡിയോ എടുക്കുന്നതാണ് റിത്തൂട്ടി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ജസ്റ്റ് അതിലൂടെ നടന്നു. ഇത് നമ്മുടെ പമ്പോസാണ് കേട്ടോ. പമ്പോസിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം നമുക്കിന്നിവിടെ കലസമൊക്കെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഇവമോൾ അച്ഛനോട് എന്തൊക്കെയോ പറയും, ഇതെന്താണ്, ഇതെന്തിനാണ് കെട്ടുന്നത്, ഇതെന്ത് ചെയ്യാനാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവളാണെ അച്ഛനെ കണ്ടാൽ പിന്നെ അതൊന്നിനും സമ്മതിക്കത്തുമില്ല. അച്ഛൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, എല്ലാവർക്കും ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പൂച്ചക്കുട്ടിയാട്ടോ. ഇത് 2 മക്കളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇവമ്മോക്ക് കാണിച്ചു കൊടുത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ കൂടെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിവിടെ എവിടെയോ ഉണ്ട്, നമ്മുടെ വീഡിയോയിലുണ്ടാവും. അപ്പം അതിൻ്റെ കളിയൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. പിന്നെ അച്ഛൻ ഓരോ ഇല മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൾ അവിടെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഒന്നിനും അച്ഛൻ അങ്ങ് സമ്മതിക്കുന്നില്ല, എല്ലാത്തിനും അവളും കൂടെ കയറി ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.